ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കൃപയുടെ നീർച്ചാലുകൾ എന്ന ശുശ്രൂഷകളിലൂടെ എഫെസോസ് ലേഖനം നമ്മുടെ ഷാലോം ടെലിവിഷനിലൂടെ ഇങ്ങനെ ഗ്രഹിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം ഒരുക്കുന്ന ഈ അവസരങ്ങൾക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, ആത്യന്തികമായി എഫെസോസ് ലേഖനം നമ്മോട് സംസാരിക്കുന്ന ദൈവിക സന്ദേശം സഭയാം ഈശോയുടെ ശരീരത്തിലൂടെ നമ്മിൽ മാനസികമായി, ശാരീരികമായി, ആത്മീകമായി വരുന്ന വലിയ പരിവർത്തനത്തെക്കുറിച്ചാണ്. എഫെസോസ് ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ ഖണ്ഡികയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള ഖണ്ഡിക അവസാനിക്കുമ്പോൾ അവസാനം പറഞ്ഞ ആ സന്ദേശത്തിലേക്ക് വീണ്ടും അല്പം കൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, 22 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ പഴയ മനുഷ്യനെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവീൻ. എഫെസോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവീൻ. അപ്പോൾ ഒരു പഴയ മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ വഞ്ചനകളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവീൻ. എന്നിട്ട് അടുത്ത പറയുക, നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഈ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് 22 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഏതാണ് ഈ പഴയ മനുഷ്യൻ? പഴയ മനുഷ്യനെ കുറിച്ച് പറയുമ്പം വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ. ഇനി പുതിയ മനുഷ്യൻ എന്താണെന്ന് പറയുകയാണ്. 24-ാമത്തെ വാക്യം, യഥാർത്ഥമായ വിശുദ്ധിയിലും. 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പം ആദ്യം നമ്മൾ 22-ാം വാക്യത്തിൽ കണ്ടു വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ. 24-ാം വാക്യത്തിൽ കാണുകയാണ് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പോൾ ആ കലുഷിതനായ വഞ്ചനകളാൽ കലുഷിതനായ പഴയ മനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ മനുഷ്യനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? മാനസാന്തരം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാണ് ആത്യന്തികമായ ആവശ്യം. ദൈവം നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്ന അതാണ്. അതിനാണ് കൂദാശ ജീവിതം, അതിനാണ് സഭാസംബന്ധമായ ജീവിതം, അതിനാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം. എല്ലാ ആത്മീക പരിപോഷണങ്ങളും ഇതിനു വേണ്ടിയാണ്. വഞ്ചനയുടെ ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യനിൽ നിന്ന് ദൈവാനുരൂപിയായ പുതിയ മനുഷ്യനിലേക്കുള്ള രൂപാന്തരീകരണം. ഇതാണ് ആത്യന്തികമായി ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് ഈ ടെലിവിഷൻ്റെ തന്നെ ഉദ്ദേശം. ഇതാണ് ഷാലോം ടെലിവിഷൻ്റെ തന്നെ ഉദ്ദേശം. അതാണ് കൃപയുടെ നീർച്ചാലുകൾ എന്ന ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം. ഇതാണ് ടെലിവിഷനിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലെത്തുന്ന എല്ലാ പ്രബോധകരുടെയും എല്ലാ ധ്യാന ഗുരുക്കളുടെയും വിശുദ്ധരായ സകല പുരോഹിതരുടെയും സന്യസ്തരുടെയും സമർപ്പിതരുടെയും എല്ലാം ഹൃദയാഭിലാഷം, അവരുടെ എല്ലാം ശുശ്രൂഷകളിലൂടെ ഇതാണ് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത്. എന്താണ്? വഞ്ചനയുടെ ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യനിൽ നിന്ന് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനിലേക്കുള്ള രൂപാന്തരം. ഇതെങ്ങനെ സാധ്യമാകും? ഇത് ഇവിടെ തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. 22-ാം വാക്യത്തിൽ വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ട് 24-ാം വാക്യത്തിൽ ദൈവാനുരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെക്കുറിച്ച് പറയുന്നു. ഇനി 23-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവിടെയാണ് പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത്. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നിങ്ങൾ നവീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ മാനസികമായി ഈ വലിയ പരിജ്ഞാനത്തിൽ, ഈ അറിവിൽ നിങ്ങൾ വളരുമാറാകട്ടെ. അപ്പോൾ ഇതിന് ആത്യന്തികമായി മാറ്റം വരേണ്ടത് ശരീരത്തല്ല, ആത്യന്തികമായി മാറ്റം വരേണ്ടത് മനസ്സിലാണ്. കാരണം മനുഷ്യൻ മനനം ചെയ്യുന്നവൻ,
മനനം ചെയ്യുന്ന മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ മനസ്സാണ്. ശരീരത്തിൽ മാറ്റം വന്നതുകൊണ്ട് ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാകുന്നില്ല. ശരീരത്തിൽ മാറ്റം വരണമെങ്കിൽ പോലും മനസ്സിൽ മാറ്റം ആരംഭിക്കണം. സോ യഥാർത്ഥ മാറ്റം ആരംഭിക്കേണ്ടത് മനസ്സിലാണ്. അതുകൊണ്ടാണ് 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സിലേക്ക് ചൈതന്യം വരുമാറാകട്ടെ. ഏതൊക്കെ ചിന്തകളാണ് പറയുന്നത്? എഫെസോസ് ലേഖനം 2-ാം അധ്യായം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടുന്നത്? എഫെസോസ് ലേഖനം 2-ാം അധ്യായം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, അപരാധങ്ങളും പാപം മൂലം നിങ്ങൾ മൃതരായിരുന്നു, നാം മരിച്ചവരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ കാലഗതികളെ നമ്മൾ പിന്തുടർന്നിരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ച് നടന്നിരുന്നു. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെ മനസ്സിൻ്റെ അഭിലാഷങ്ങളെ സാധിച്ച് ജഡമോഹത്തിൽ ജീവിച്ചു. നമ്മളും സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ ആ വാക്യം ശ്രദ്ധിക്കും. 3-ാമത്തെ വാക്യം എഫെസോസ് 2:3, അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചും കൊണ്ട് ജഡമോഹത്തിൽ ജീവിച്ചു. അപ്പോൾ ഇവിടെയാണ് മനസ്സിൻ്റെ നവീകരണം എന്നതിൻ്റെ എഫെസോസ് 4:22 അല്ലെങ്കിൽ 23 പറഞ്ഞിരിക്കുന്ന മനസ്സിൻ്റെ നവീകരണം അല്ലെങ്കിൽ മനസ്സിൻ്റെ ചൈതന്യം വഴി പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ പറയുകയാണ്. എന്താണ്? അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നിങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിപ്പിച്ചും കൊണ്ട് ജഡമോഹത്തിൽ ജീവിച്ചു. അപ്പം മനസ്സിൻ്റെ അഭിലാഷങ്ങൾ സാധിപ്പിച്ചും കൊണ്ട്, ഒന്നുകൂടി ആ പദം കേൾക്കുക, മനസ്സിൻ്റെ അഭിലാഷങ്ങൾ സാധിപ്പിച്ചുകൊണ്ട്, എന്താണോ മനസ്സ് പറയുന്നത് അത് അനുസരിച്ചും കൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നു. ഇപ്പം ജീവിക്കുന്നു എന്നല്ല പറഞ്ഞത്, പഴയ മനുഷ്യനിൽ ജീവിച്ചിരുന്നു. അപ്പം പഴയ മനുഷ്യനിലുള്ള ജീവിതം എന്താണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. മനസ്സെന്താണോ പറയുന്നത് അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതമായിരുന്നു പഴയ മനുഷ്യനിലെ ജീവിതം. എന്നാൽ പുതിയ മനുഷ്യനിലെ ജീവിതം ആത്മാവെന്താണോ പറയുന്നത്, നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് അതിനെ അനുസരിച്ച് ജീവിക്കുന്ന ജീവിതമാണ്. അപ്പോൾ 2 ജീവിതമുണ്ട്. ഒന്ന് പഴയ മനുഷ്യനിലെ ജീവിതം, മറ്റൊന്ന് പുതിയ മനുഷ്യനിലെ ജീവിതം. പഴയ മനുഷ്യനിലെ ജീവിതം മനസ്സ് പറയുന്നതനുസരിച്ചുള്ള ജീവിതവും, രണ്ടാമത്തെ പുതിയ മനുഷ്യനിലെ ജീവിതം പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്ന റൂഹ ഖദീശോ പറയുന്നത് അനുസരിച്ചുള്ള ജീവിതമാണ് ഈ പറയുന്ന പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ക്രിസ്തുവിലുള്ള ജീവിതം. അതാണ് നമ്മൾ ഈ 2-ാം ഭാഗത്തിൽ കാണുന്നത്, പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള രൂപാന്തരം. എഫെസോസ് ലേഖനം 4-ാമത്തെ അധ്യായം ശ്രദ്ധിക്കൂ. 4-ാമത്തെ അധ്യായത്തിൽ ഇതേ കാര്യം അപ്പോസ്തലൻ വീണ്ടും നമ്മോട് പറയുക, നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പല ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ ചൈതന്യം വന്ന് നവീകരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ മനചാഞ്ചല്യമാണ് ഇതിന് ഏക തടസ്സമായി നിൽക്കുന്നത്. മനസ്സിൻ്റെ നവീകരണമാണ് സംഭവിക്കേണ്ടത്. മൈൻഡ് സെറ്റേ മാറുകയാണ്. അതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിന്തയെ മാറുകയാണ്. ഈ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ പോകുന്നത്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മനനം ചെയ്യുന്നവനാണ്, ചിന്തയിലാണ്, അവൻ്റെ മനസ്സിലാണ് എല്ലാം ഓടുന്നത്. പാപം അവൻ്റെ മനസ്സിലൂടെയാണ് കയറുന്നത്, ആസക്തികൾ അവൻ്റെ മനസ്സിലൂടെയാണ് കയറുന്നത്. സകലത്തിൻ്റെയും ഉറവിടവും ആവിഷ്കാരവും പ്രകടനവും പ്രത്യക്ഷതയും എല്ലാം ഉളവാകുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. അതുകൊണ്ടാണ് ഈശോ വളരെ പ്രസിദ്ധമായ ആ വാക്ക് നമ്മളോട് പറഞ്ഞത്, ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാം. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാം. അത് ലോകം ഒരു പക്ഷേ ഞെട്ടലോടെ കേട്ട ഒരു സത്യമായിരിക്കും. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാം എന്ന ആ ഒരു യാഥാർത്ഥ്യം, ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യാം എന്ന ചിന്തയിൽ നിന്ന്, ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്താൽ പാപം എന്ന ചിന്തയിൽ നിന്ന് ഈശോ കൊണ്ടുവരുമ്പോൾ അതിനെ പറയുകയാണ്, ശാരീരിക വ്യഭിചാരം രണ്ടാമത് നടക്കുന്നുവെങ്കിൽ മനസ്സിലാണ് വ്യഭിചാരം ആരംഭത്തിൽ ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ
ആ ചിന്തയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു? യഥാർത്ഥ രൂപാന്തരീകരണം ആവശ്യമുള്ളതും യഥാർത്ഥ നിയന്ത്രണം ആവശ്യമുള്ളതും ശരീരത്തിനല്ല, ശരീരത്തെക്കാൾ ഉപരി നിയന്ത്രണം ആവശ്യമുള്ളത് മനസ്സിനാണ്. മനസ്സിനെ നിയന്ത്രിച്ചാൽ ശരീരത്തെ നിയന്ത്രിക്കേണ്ടി വരികയില്ല, ശരീരത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കേണ്ടി വരികയില്ലെന്ന് പറയാൻ കഴിയുകയില്ല. എന്നാൽ മനസ്സാണ് ശരീരത്തെ, ഇച്ഛയെ, ഓർമ്മയെ, പ്രകടനങ്ങളെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ഈ മേഖലയിലാണ് വലിയ രൂപാന്തരം നമുക്ക് സംഭവിക്കേണ്ടത്. എങ്ങനെയാണ് ഈ മനസ്സിൽ രൂപാന്തരം? ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കുള്ള രൂപാന്തരം. എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വഞ്ചനയുടെ ആസക്തികളാൽ നിറഞ്ഞ പഴയ മനുഷ്യൻ, എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, 22-ൽ പഴയ മനുഷ്യൻ, 24-ൽ പുതിയ മനുഷ്യൻ, 23-ൽ പറഞ്ഞു മനസ്സിൻ്റെ ചൈതന്യത്തിലൂടെ. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുമാറാകട്ടെ. നവീകരിക്കപ്പെട്ടു എന്നല്ല, നവീകരിക്കപ്പെടുമെന്നുമല്ല, നവീകരിക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നതിലൂടെ ഇതൊരു തുടർമാനമായ ക്രിയയാണ്. ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, തുടർമാനമായ ക്രിയയാണ്. അതുകൊണ്ടാണ് തുടർമാനമായ കൂദാശാ ജീവിതം നമുക്ക് ആവശ്യമായി വരുന്നത്. മാമോദീസ ഒരിക്കലേ ഉള്ളൂ. കൂദാശാ ജീവിതത്തിൻ്റെ കവാടമായ മാമോദീസയിലൂടെ നമ്മൾ ക്രിസ്തുവിലുള്ള ജീവിതം ആരംഭിക്കുകയാണ്. ആ മാമോദീസ ഒന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് കൂദാശകൾ നമ്മുടെ ജീവിതങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന കൂദാശകളുണ്ട്. എന്തിനാണ് ആ കൂദാശകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നത്? ആവർത്തിക്കപ്പെടുന്ന കൂദാശാ ജീവിതങ്ങളിലൂടെ നമ്മൾ അനുദിനം നവീകരിക്കപ്പെടുകയാണ്. കുംഭസാരത്തിലൂടെ അനുദിനം നാം നവീകരിക്കപ്പെടുകയാണ്. വചന ധ്യാനത്തിലൂടെ അനുദിനം നാം നവീകരിക്കപ്പെടുകയാണ്. വചനം കേൾക്കുന്നതിലൂടെ അനുദിനം നാം നവീകരിക്കപ്പെടുകയാണ്. ജപമാലയിലൂടെ അനുദിനം നാം നവീകരിക്കപ്പെടുകയാണ്. ഈശോയുടെ കഷ്ടാനുഭവത്തോട് താതാമ്യപ്പെടുന്നതിലൂടെ അനുദിനം നാം നവീകരിക്കപ്പെടുകയാണ്. അപ്പം പല സ്രോതസ്സുകൾ, അതാണ് സഭയുടെ ബ്യൂട്ടി, സഭയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ്. മനുഷ്യ മനസ്സിനെ നവീകരിക്കുവാൻ വിവിധങ്ങളാകുന്ന ക്രിയകൾ സഭ ആവിഷ്കരിച്ചിരിക്കുകയാണ്. സഭയിൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിന് രൂപാന്തരം നൽകുന്ന, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ നവീകരിക്കുന്ന പല പ്രക്രിയകളാൽ സജ്ജമാണ്, അല്ലെങ്കിൽ പല പ്രക്രിയകളാൽ സൗന്ദര്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് സഭയിൽ എന്നുള്ളതാണ് സഭയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. ഓരോ ദിവസവും മനസ്സിൽ രൂപാന്തരം വരികയാണ്. കാരണം ഈ മനസ്സെന്ന് പറയുന്നത് നമുക്കറിയാം, ശരീരത്തിനൊരു വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയോ ചെത്തിയോ രൂപം മാറ്റിയോ ഒക്കെ മാറ്റാൻ കഴിയും. ഏത് ശരീരഭാഗം വേണമെങ്കിലും വേറെ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ കഴിഞ്ഞേക്കാം. പക്ഷേ ഏറ്റവും റിസ്ക്കുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള, എന്നാൽ വളരെ എളുപ്പമെന്ന് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സിൻ്റെ രൂപാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എളുപ്പമെന്ന് തോന്നും, പക്ഷേ എളുപ്പമല്ല. കാരണം നമ്മൾ വട്ടം പിടിച്ച് 100-ലെത്തുവാനായിട്ട് കട്ട നിരത്തി 60, 40, നിന്ന് 60-ലേക്ക്, 60-ൽ നിന്ന് 80-ലേക്ക്, 80-ൽ നിന്ന് 90-ലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കാം പാപത്തിൻ്റെ ഒരു പ്രവണത കൊണ്ട് വീണ്ടും ഒന്നിലേക്ക് പോകുന്നത്. വീണ്ടും നാം ആരംഭത്തിൽ ഈ ഏണിയും പാമ്പും കളി പോലെ അത് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്. കാരണം ഈശോയുടെ പ്രബോധനത്തിൽ അത് വ്യക്തമായിരുന്നു. അന്നത്തെ പരീക്ഷന്മാർ പറഞ്ഞു കൈ കഴുകാതെ തിന്നുന്നതാണ് അശുദ്ധി. അന്നത്തെ പരീക്ഷന്മാർ പറഞ്ഞു ശാരീരികമായി ചെയ്യുന്ന പ്രവൃത്തിയാണ് അശുദ്ധി. ഈശോ പറഞ്ഞു മനുഷ്യനെ അകത്തേക്ക് പോകുന്നതല്ല അശുദ്ധനാക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ഷാലോം ടെലിവിഷനിലൂടെ ഈ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷ തുടർമാനമായി കേൾക്കുന്ന ലക്ഷക്കണക്കിന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ, ഈ സമയത്ത് ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിയണം. ഈശോയുടെ പ്രബോധനം അന്നത്തെ സദൂക്യ വൃന്ദവും ഫരിസേയ വൃന്ദവും ആവർത്തിച്ചു പറഞ്ഞു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതും ശബത്തനുഷ്ഠിക്കാതെ ജീവിക്കുന്നതും ണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ ഈശോ വളരെ ശക്തമായ ഒരു പ്രബോധനം നടത്തുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവനിൽ നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, പിന്നെയോ അകത്ത് നിന്ന് വരുന്നതാണ്. അവനിലേക്ക് പോകുന്നതല്ല, അവനിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അവനിൽ നിന്ന് വരുന്നത് എന്തൊക്കെയാണ്? അവിടെയാണ് അസൂയ വരുന്നത്, അവിടെയാണ് പിണക്കം വരുന്നത്, അവിടെയാണ് പക വരുന്നത്, അവിടെയാണ് പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്ത അവസ്ഥ വരുന്നത്. അതിനെയാണ്
നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അപലപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മാനസാന്തരം എന്ന് പറയും. മാനസാന്തരം എന്ന വാക്ക് തന്നെ ശ്രദ്ധിക്കൂ. ആ മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ്, അന്തരമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ശാരീരികമായ ഏതെങ്കിലും വ്യത്യാസമല്ല. ഞാൻ ഈശോയെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുടിയിൽ വ്യത്യാസം വരുത്തുകയോ എൻ്റെ രൂപത്തിൽ വ്യത്യാസം വരുത്തുകയോ എൻ്റെ മീശയിലോ എൻ്റെ താടിയിലോ എൻ്റെ വസ്ത്രധാരണത്തിലോ ഒക്കെ വ്യത്യാസം വരുത്തുക വളരെ എളുപ്പമാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു പാടുമില്ല. ഹല്ലേലൂയ. ഇന്ന ഭക്ഷണം വർജിക്കുന്നതിനോ ഇന്ന ഭക്ഷണം സ്വീകരിക്കുന്നതിനോ ഇന്നവരുടെ കൂടെ ഇരിക്കാത്തതിനോ ഇന്നവരുടെ കൂടെ ഇരിക്കുന്നതിനോ അതൊക്കെ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അശുദ്ധൻ. പാപികളുടെ സ്നേഹിതൻ എന്ന് ഈശോയെ വിളിച്ചതിന് കാരണം ചുങ്കക്കാരെയും പാപികളെയും ഈശോ സ്വീകരിച്ചിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരം എന്ന് പറയുന്നത് കേവലം പുറത്തെ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ ഈശോയുടെ പ്രബോധനത്തിൽ വ്യക്തമായി കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. മാനസാന്തരം എന്നത് മനസ്സിന് വരുന്ന രൂപാന്തരമാണ്. ആ മനസ്സിൻ്റെ ചൈതന്യമാണ്, അനുദിനം രൂപപ്പെടുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് ലേഖ നടത്തുന്ന പ്രബോധനത്തിൽ നമുക്ക് മനസ്സിലാകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് ശ്രദ്ധിക്കൂ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസരിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവും സജീവ ബലിയുമായി സമർപ്പിക്കുവീൻ. ഇതായിരിക്കണം യഥാർത്ഥ ആരാധന. എന്നിട്ട് 2-ാമത്തെ വാക്യം നോക്കി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എങ്ങനെയാണ് ഈ ലോകത്തിന് അനുരൂപരാകാത്ത? അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. എവിടെയാ? റോമ 12:2. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്നിട്ട് പറയുക, എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. ഒന്നുകൂടെ ആവർത്തിക്കാം. മനസ്സിൻ്റെ നവീകരണത്തിലൂടെ രൂപാന്തരപ്പെടുവീൻ. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ഒന്നിനെ വലിച്ചെറിയുവീൻ, ഒന്നിനെ സ്വീകരിക്കുവീൻ. എഫെസോസ് 4:22 പറയുന്നു, പഴയ മനുഷ്യനെ, വഞ്ചനയുടെ ആസക്തികളാൽ നിറഞ്ഞ പഴയ മനുഷ്യനെ വലിച്ചെറിയുവീൻ. എഫെസോസ് 4:24 പറയുന്നു, പുതിയ മനുഷ്യനെ സ്വീകരിക്കുവീൻ. ഒന്നിനെ വലിച്ചെറിയുവീൻ, മറ്റൊന്നിനെ സ്വീകരിക്കുവീൻ. ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കേണ്ടത്? ശരീരത്തിലല്ല, ശരീരത്തിൽ സംഭവിച്ചോളും. ശരീരത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആകുലപ്പെടുകയോ വേണ്ട. മനസ്സിലാണ് അത് ആരംഭിക്കേണ്ടത്. മനസ്സിൽ ആരംഭിക്കുന്നത് എങ്ങനെയാ? എഫെസോസ് ലേഖനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ റോമ 12:2 അത് നല്ലതായിട്ട് പറയുന്നു. ശ്രദ്ധിക്കുക, നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഇതായിരിക്കണം യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. മനസ്സിൻ്റെ നവീകരണത്തിലൂടെ രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. സഭയാം ശരീരത്തിൽ മനസ്സിൻ്റെ നവീകരണത്തിലൂടെ രൂപാന്തരപ്പെടുവാനായിട്ട് കുദാശ ജീവിതവും പരിശുദ്ധ കുർബാനയും പൗരോഹിത്യത്തിന് വിധേയപ്പെട്ടുള്ള ജീവിതവും അങ്ങനെ ഇഷ്ടംപോലെ സഭയുടെ ആ ബ്യൂട്ടി അതാണ്. നമുക്ക് ആ മനസ്സിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സഭ തരികയാണ്. ഹല്ലേലൂയ. ആരെങ്കിലും ഈ മനസ്സിൻ്റെ നവീകരണത്തിൽ നിന്ന് അകലുന്നുവെങ്കിൽ അവർ ശരീരത്തിൻ്റെ നവീകരണത്തിൽ ഫോക്കസ്ഡ് ആകും. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ നവീകരണത്തിൽ ശ്രദ്ധാലുക്കളാകുന്നവർ മനസ്സിൻ്റെ നവീകരണത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയവരാണ്. മനസ്സിൻ്റെ നവീകരണത്തിൽ അടുത്തു വരുന്നവർ ശാരീരിക നവീകരണം അവരുടെ വിഷയമേ ആയിരിക്കത്തില്ല. ശാരീരിക നവീകരണം അവരിൽ വന്നുകൊണ്ടേയിരിക്കും. അന്നത്തെ പരീശന്മാർക്ക്, ഫാരിസേയർക്ക് ഒരുപാട് ശാരീരിക നവീകരണങ്ങൾ ഉണ്ടായിരുന്നു. വസ്ത്രധാരണത്തിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ വെക്കുകയും മുഖം മ്ലാനമായി പിടിക്കുകയും പദാരം കൊടുക്കുമ്പോൾ, ദാനം കൊടുക്കുമ്പോൾ കാഹളമൂതിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആന്തരികമായി യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മനസ്സിൽ നവീകരണം സംഭവിച്ചവന് ബാഹ്യപ്രകടനങ്ങൾ ഉണ്ടാവുകയില്ല. ബാഹ്യപ്രകടനങ്ങളുള്ളവന് മനസ്സിൽ നവീകരണം ഉണ്ടാവുകയില്ല. ഈശോയിൽ ഒരു ബാഹ്യപ്രകടനവും കണ്ടിരുന്നില്ല. ഈശോ അവിടുത്തെ സാധാരണ യഹൂദനെ പോലെ വസ്ത്രം ധരിച്ചു, സാധാരണക്കാരനെ പോലെ നടന്നു. പക്ഷേ മനസ്സിൻ്റെ നവീകരണമായിരുന്നു അവിടുത്തെ പ്രബോധനം. മനസ്സിൻ്റെ നവീകരണമായിരുന്നു അവിടുന്ന് പഠിപ്പിച്ചത്. മാനസികമായ നവീകരണത്തിലേക്കാണ് നാം നയിക്കപ്പെടേണ്ടത്. ശ്രദ്ധിച്ച് കേൾക്കൂ.
കൃപയുടെ നീർച്ചാലുകൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രധാനമായ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടിയത് വഞ്ചനകളുടെ ആസക്തികൾ നിറഞ്ഞ പഴയ മനുഷ്യനുണ്ട്. എഫെസോസ് 4:22. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനുണ്ട്. എഫെസോസ് 4:24. 22-നും 24-നും ഇടയിൽ 23-ാമത്തെ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു എങ്ങനെ പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്ക് പോകാം. പൗലോസ്ലീഹ മറുപടി പറയുന്നു, അത് മനസ്സിൻ്റെ നവീകരണത്തിലൂടെയാണ്. മനസ്സിൻ്റെ നവീകരണത്തിന് കൂദാശ ജീവിതം അഭികാമ്യമാണ്. മനസ്സിൻ്റെ നവീകരണത്തിന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം അഭികാമ്യമാണ്. മനസ്സിൻ്റെ നവീകരണത്തിന് നിരന്തരമായ വചന കേൾവി ആവശ്യമാണ്. മനസ്സിൻ്റെ നവീകരണത്തിന് ഈശോയുടെ കൂടെയുള്ള നിരന്തരമായ കൂട്ടായ്മ ജീവിതം അനിവാര്യമാണ്. ഇടവക ജീവിതം അനിവാര്യമാണ്. അൽഭാര കേന്ദ്രീകൃതമായ ജീവിതം അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. കൂദാശ ജീവിതം അടിസ്ഥാനമാണ്. ഇതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും സഭ നമുക്ക് തരുമ്പോൾ സഭയം ശരീരത്തോട് ചേർന്ന് അനുദിന മനസ്സിൽ രൂപാന്തരം വന്ന് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട്, ഹല്ലേലൂയ, ആർക്കും ഒരു കുറ്റവും കാണിക്കാനില്ലാത്ത ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിപ്പാനായിട്ട് സർവശക്തനായ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ നീർച്ചാലുകളിൽ അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ഇറങ്ങി വന്ന് സ്പർശിച്ച ജീവിത രൂപാന്തരത്തിൻ്റെ അത്ഭുത രോഗശാന്തിയുടെ ദൈവിക സ്പർശനത്തിൻ്റെ കഥയാണ്. ജീവിതങ്ങളിൽ ഇന്നും ഈശോ ഇടപെടുന്നു. ഈ സമയത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ പഴയ മനുഷ്യനിൽ നിന്ന് എൻ്റെ പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അപരിമിതമായ മഹത്വത്തെ എന്നിലേക്ക് പകരണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ആ സാക്ഷ്യം കേൾക്കാൻ പോകുന്നു. ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, അടുത്ത സാക്ഷ്യം എൻ്റേതാകട്ടെ. വന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, കാരുണ്യത്തിൻ്റെ കടലേ, ചേച്ചിയെ വിളിച്ചപ്പോൾ എന്നെയും സ്പർശിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലേ? പറഞ്ഞായിരുന്നു. എന്നാത്തിലാ സ്പർശനം ആവശ്യമുള്ള? എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചേ? മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. എൻ്റെ ദൈവമേ, വീട്ടിലേക്ക് സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുക. കരം തട്ടി. ഇവളുടെ ഭർത്താവിനെ ഇപ്പൊ കർത്താവ് തൊടുകയാണ്. ഒരു വിശ്വാസവും ഇല്ലല്ലേ? അങ്ങനെയല്ല, പള്ളിയിലൊക്കെ പോകും, എന്നാലും പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഇഷ്ടക്കേട. എപ്പോഴും എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കും. മോളും വലിയ വിശ്വാസമൊന്നുമില്ല. വയറിനടുത്ത സൈഡിൽ വേദന വരുന്ന മോളല്ലേ? ആ മോളല്ലേ? അതെ അതെ. അവള് സൗഖ്യമാകുന്നു കേട്ടോ. അയ്യോ, ഇവരുടെ ഭവനം അടച്ച കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യത്തിന്റെ ശക്തി, ദൈവശക്തി. കരം ചേർത്തടിച്ച് നമുക്ക് യേശുവിന് ആരാധന കൊടുക്കാം. ഈശോയ്ക്ക് അസാധ്യമായ ഒരു സാഹചര്യങ്ങളുമില്ല. ഇന്ന് ആത്യന്തികമായി ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പ്രാർത്ഥനയാണ്. എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചേ: പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവശക്തനായ ദൈവമേ, കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷയിലൂടെ ഓരോ ബുധനാഴ്ചകളും വൈകുന്നേരത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഷാലോം ടെലിവിഷനിൽ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ശുശ്രൂഷ ശ്രവിക്കുന്ന എൻ്റെ മക്കളെ, കുടുംബങ്ങളെ, അവരുടെ വീടുകളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇന്ന് ആന്തരികമായ ഒരു വലിയ ശുദ്ധീകരണം, മനസ്സിൻ്റെ ഒരു വലിയ രൂപാന്തരീകരണം, അനുദിന മനസ്സിൻ്റെ ഒരു വലിയ ചൈതന്യം ഞങ്ങളെല്ലാവരിലും വ്യാപരിക്കട്ടെ. ക്രിസ്തുവേ, അവിടുത്തെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്വയമായത് സാധ്യമല്ല. ഞങ്ങളുടെ മനസ്സിനെ രൂപാന്തരീകരിക്കുവാൻ വചനത്തെ അയക്കണമേ, ശുശ്രൂഷകരെ അയക്കണമേ. ഹല്ലേലൂയ. പൗരോഹിത്യ അധികാരത്തോട് ഞങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തണമേ. സന്യസ്തരുടെ സമർപ്പണത്തോട് ഞങ്ങളോട് ചേർത്ത് നിർത്തണമേ. രക്തസാക്ഷികളുടെ വിശ്വാസത്തോട് ഞങ്ങളെ
ചേർത്ത് നിർത്തണമേ. സഭയാം ശരീരത്തിൻ്റെ ഐശ്വര്യത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. സകല വിശുദ്ധരോടുള്ള കൂട്ടായ്മയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. പരിശുദ്ധ അമ്മയോടുള്ള വാത്സല്യത്തിൽ, പരിശുദ്ധ അമ്മയോടുള്ള അമിതമായ ഭക്തിയിലും സ്നേഹത്തിലും ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. പിതാവിൻ്റെ സ്നേഹത്തിൽ, പുത്രൻ്റെ കൃപയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. മാലാഖമാരുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. സഭയാം ശരീരത്തിൽ വിധേയപ്പെട്ട് കീഴടങ്ങി ജീവിപ്പാനുള്ള വലിയ അഭിഷേകം എല്ലാ മക്കളുടെ മേലും പകരണമേ. ഞങ്ങൾ പാർക്കുന്ന ഇടത്ത്, ഞങ്ങളുടെ ചുറ്റുപാടുകളിലെല്ലാം ഞങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമുള്ള ജീവിതമായി മാറുവാൻ അവിടുത്തെ അഭിഷേകത്തെ വീണ്ടും പകരണമേ. കൃപയുടെ നീർച്ചാലുകൾ വഴി ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്ന എല്ലാവരുടെ മേലും ധാരാളമായ അഭിഷേകം പകരപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിത്യമായ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. രോഗികൾ സുഖം പ്രാപിക്കട്ടെ. ഈ സമയത്ത് തന്നെ അവരുടെ കരമിരിക്കുന്ന ഇടത്തേക്ക് ഈശോയുടെ കൈവെക്കണമേ. രോഗമുള്ള സ്ഥലങ്ങളിൽ സൗഖ്യം വ്യാപിക്കട്ടെ. പീഡിതരെ വിടുവിക്കണമേ. ബന്ധനസ്ഥരെ സ്വതന്ത്രരാക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകമെമ്പാടുമുള്ള സകലരുടെ മേലും കരുണയുണ്ടാകുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. വലിയ വിശ്വാസത്തോടെയാണ് ഈ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ഈ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകൾ നമ്മുടെ വീട്ടിൽ ഇന്ന് കേൾക്കുവാൻ സാധ്യമായി എങ്കിൽ അത് യാദർശികമല്ല. അടുത്ത ബുധനാഴ്ച ഇതേ സമയത്ത് വീണ്ടും ഷാലോം ടെലിവിഷനിൽ ഒരുമിച്ച് കാണുമ്പോൾ വിളിച്ചു പറ ഒത്തിരി പേരോട്. നമുക്കൊരുമിച്ച് ഈശോയുടെ വചനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ, കണ്ണുനീർ മായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ